കാര്യം അത് പറഞ്ഞാൽ മതി. ഇപ്പം ഈ ബീച്ചിൽ നിന്ന് തന്നെ കുറച്ച് മണൽ വാരി എറിഞ്ഞു കഴിഞ്ഞാൽ അത് നിലത്തേക്ക് വീഴില്ല എന്ന രീതിയിലേക്കാണ് ബീച്ചിലെ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ബീച്ചും മാനാഞ്ചിറയും തന്നെയാണ് പ്രധാന ആഘോഷ കേന്ദ്രങ്ങളെന്ന് നമുക്ക് അറിയാവുന്നതാണ്. മാനാഞ്ചിറ നല്ല ദീപാലങ്കൃതമായി നിൽക്കുകയാണ്. ബീച്ചിലാവട്ടെ ഈ വിധത്തിൽ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. 2023 അവസാന സായാഹ്നമാണ്. അത് പരമാവധി ആസ്വദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ വരുന്നത്. ഒപ്പം പോലീസുകാരും എല്ലാവിധത്തിൽ സുരക്ഷയും ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി അവിടെ ഇവിടെയായി നിലയുറപ്പിച്ചിട്ടുണ്ട്. 3 മണി മുതൽ തന്നെ ബീച്ചിലേക്ക് വാഹനങ്ങളുടെ ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. എങ്ങനെയുണ്ട് ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷമൊക്കെ? അടിപൊളി. ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ടീമായിട്ട് വന്ന അടിപൊളിയാണ് ആഘോഷമൊക്കെ. വൈബാണ്. ഇനിയിപ്പോ ലൈറ്റ് കൂടി വന്നാലേ എല്ലാം റെഡി ആവും. തിരക്കും എല്ലാവരുടെ ഇടയിൽ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ? അതെ അതെ, നല്ല പക്ഷെ ആൾക്കൂട്ടം ഭയങ്കര അധികം ഉണ്ടെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എവിടെ വരുന്നത്? ഞങ്ങള് ഇവിടെ കുന്നമംഗലം. എങ്ങനെ ന്യൂ ഇയറിന്റെ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഫാമിലിയായിട്ട് എല്ലാവരും ഉണ്ട്. അതെ അതെ. എന്താ ക്ഷീണമുണ്ടാ? ക്ഷീണത്തിലാ? ലൈറ്റ് വെയിറ്റ് ചെയ്യണം. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ലൈറ്റ് തെളിയാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു കാത്തിരിപ്പിലൊക്കെ തന്നെയാണ്. തൊട്ടടുത്തെത്തി ന്യൂ ഇയർ. അതിൻ്റെ ഒരു ആഘോഷമൊക്കെ എത്രത്തോളം? അടിപൊളിയാണ്. ഒറ്റ വാക്കിൽ എങ്ങനെയുണ്ട് ഇത്? ഇനി വേറൊന്നും പറയല്ല, അടിപൊളിയാണ്. വാക്കല്ലേ? അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ഒന്ന് ചോദിക്കട്ടെ, ന്യൂ ഇയറിൻ്റെ ഒരു ആഘോഷമൊക്കെ എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്? ഇത് ലൈറ്റിനെ ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഫാമിലിയായിട്ട് ഇറങ്ങിയാണോ? അതെ അതെ, ഫാമിലിയായിട്ട്. ന്യൂ ഇയറിൽ സാധാരണ നമ്മൾ പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും എടുത്തില്ല. സമയം കുറച്ചും കൂടി ഉണ്ട്, വേണം എടുക്കാം. എടുക്കാലോ, ഇനി ഉണ്ടല്ലോ, 12 മണി വരെ ഉണ്ടല്ലോ. അടിപൊളി. സെറ്റ് വൈബ്. എന്താ പേര്? എല്ലാവർക്കും വേണ്ടി ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞോട്ടെ. ഹാപ്പി ന്യൂ ഇയർ. വാ ഇങ്ങോട്ട് അടുത്തു വാ, രണ്ടാളും കൂടി ഒന്ന് പറഞ്ഞ. അടിപൊളി. എന്തായാലും കാഴ്ചകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക. തിങ്ങി നിറഞ്ഞുള്ള ആളുകളാണ് സുഹൃത്തുക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി പുതുവത്സരത്തെ 2024 വരവേൽക്കാൻ വേണ്ടി ബീച്ചിലേക്ക് ആളുകളുടെ തിരക്കാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ മാനാഞ്ചിറ സ്ക്വയറിലായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് ബീച്ചിൽ അല്പസമയം കഴിഞ്ഞാൽ ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല.